എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 14 മാർച്ച് 2025 മല്ലൻസ് വീഡിയോയുടെ വിഷയം ഇരിങ്ങാലക്കുടയിലെ ജാതിമത ലിംഗ കുടക്കാർ. ഈ അടുത്ത് കൂടൽമാണിക്യ ക്ഷേത്രം ഇരിങ്ങാലക്കുടയിൽ എന്തോ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ പറഞ്ഞിട്ട് വലിയൊരു ഇഷ്യൂ വന്നു. താഴ്ന്ന ജാതിയിലുള്ള ഒരുത്തനെ അമ്പലത്തിൻ്റെ എന്തോ ഇത് അവനെ ഏൽപ്പിച്ചു. അവൻ മാസങ്ങളെ ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വലിയ ഉത്സവത്തെ ഓർത്ത് അവനെ വെച്ച് കഴിഞ്ഞാൽ എന്തോ ജാതി വിഭാഗത്തിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മുടെ വരവ് കുറയുന്നെല്ലാം വെച്ച് ഇവർ ഉയർന്ന ജാതിയിലുള്ള തന്ത്രക്കാരോ നമ്പൂതിരിമാർ അവനെ മാറ്റി വേറൊരു ഇത് ചെയ്തു. അപ്പം അത് വലിയ ചർച്ചയിലൊക്കെ വന്നപ്പോൾ അത് വലിയൊരു വിഷയമായപ്പോൾ എനിക്ക് തോന്നി. ഞാൻ ഇരിങ്ങാലക്കുടയിലുള്ള മിക്ക സ്കൂളിൽ നമ്മൾ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ 150, കേരളത്തിൽ 500, ഇന്ത്യയിലെ 1500 സ്കൂളുകളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് ഒരേ ഒരു ജാതി മനുഷ്യജാതി, ഒരേ ഒരു ധർമ്മം സേവനധർമ്മം, ഒരേ ഒരു മതം മനുഷ്യത്വ മതം. അപ്പം എനിക്ക് ഇരിങ്ങാലക്കുടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അത് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഒക്കെ ലിംഗത്തിൻ്റെ പേരിൽ. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കാം. ഞാൻ സെൻറ്റ് മേരീസിൽ 2010 പള്ളി സ്കൂള് അവിടെ കത്തീഡ്രലിൻ്റെ കീഴിലുള്ള അവിടെ ഞാൻ ഹൈസ്കൂളിൽ രാവിലെ 2.5 മണിക്കൂർ അസംബ്ലിയിൽ 5 തൊട്ട് 10 വരെയുള്ള ക്ലാസ് എടുത്തപ്പം ഉച്ച കഴിഞ്ഞ് 2 മണിക്കൂർ HSSന് സെൻറ്റ് മേരീസിൻ്റെ HSSൻ്റെ ക്ലാസ് എടുത്തു. അന്ന് എൻ്റെ കൂട്ടുകാരൻ എനിക്ക് എഴുതി തന്ന ഒരു കമൻ്റാണ്. എൻ്റെ കൂടെ പഠിച്ച ബിജു ആൻ്റണി എന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ ഇനിയും ക്ലാസ് എടുക്കാൻ വരണം. ഞാൻ എന്നിട്ട് 2012 അവിടെ ക്ലാസ് എടുക്കാൻ പോയി. ഓക്കെ, അവിടെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഇത് കണ്ടിട്ട് അവിടുത്തെ ഒരു അച്ഛൻ കയറി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് തട്ടിപ്പറിച്ച്. 2 മണിക്കൂർ ക്ലാസ് ആയിരുന്നു. 2012 ക്ലാസ് എടുത്തപ്പം എൻ്റെ മൈക്ക് തട്ടിപ്പറിച്ച് ഈ അച്ഛൻ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പം കയറി വന്നിട്ട് പറഞ്ഞു, ക്ലാസ് ഈസ് ഓവർ, ഗോ ടു യുവർ ക്ലാസ്. ഓക്കെ, എനിക്ക് വളരെ ഇത് തോന്നി, പിള്ളേർക്ക് ആകെ ഇത് തോന്നി. എന്നാൽ ചില പിള്ളേർ ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങേണ്ടത് തന്നെയായിരുന്നു. കാരണം അതിൻ്റെ പുറകിലൊരു ആശയം എന്ന് വെച്ചാൽ ഞാൻ പള്ളി വിട്ട അച്ഛനായിരുന്നു. ഓക്കെ, പക്ഷേ ഏറ്റവും വേണ്ട പരമായ വിവരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് പ്രിൻസിപ്പിൾ ഇഷ്ടപ്പെട്ട് പിന്നെ എടുക്കാൻ വന്നപ്പോൾ അപ്പം ഞാനന്ന് പ്രിൻസിപ്പളിനോട് പറഞ്ഞൊരു വാക്കാണ്, നിന്നെ അവർ വിഡ്ഢികളാക്കി, എന്നെ അവർ എന്നെ മൂഞ്ചിച്ചു, പറ്റിച്ചു. ഓക്കെ എന്നും പറഞ്ഞ് ഞാനത് ചെയ്തു. പിന്നെ ഞാൻ അച്ഛനോട് നമ്മുടെ കൂട്ടുകാരനെ മെക്കട്ട് കയറാൻ പോയപ്പോൾ പറഞ്ഞ് എൻ്റെ ഇനിഷ്യേറ്റീവാണ്, അപ്പോൾ അവനെ മെക്കട്ട് കയറാൻ നിൽക്കണ്ട. ഓക്കെ, അതും പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഞാൻ അവിടുത്തെ വികാരിയച്ഛൻ്റെ ഇതാണെന്ന് വെച്ചിട്ട് ഞാൻ അച്ഛനെ കാണാൻ പോയപ്പം അപ്പോൾ പോയലിപ്പുറത്ത് പറഞ്ഞ ഇപ്പോഴത്തെ ബിഷപ്പായിരുന്നു അന്നത്തെ കത്തീഡ്രൽ വികാരി. പുള്ളി പറഞ്ഞ എൻ്റെ അച്ഛൻ എനിക്കൊന്നും അറിയത്തില്ല എന്നും പറഞ്ഞൊരു പുള്ളി ആകെ ചെയ്തപ്പം എനിക്ക് വിവരം കിട്ടി അത് ഡയസീസിൽ നിന്നാണ്. ഓക്കെ, അതായത് എഡ്യൂക്കേഷൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് ബിഷപ്പ് ഹൗസ്. അവിടെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു നരിക്കാട്ട എന്നും പറഞ്ഞൊരു അച്ഛനാണ് ഈ തോന്നിയാസം ചെയ്തത്. ഓക്കെ, എന്നാൽ അവനെ വിളിച്ച് ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഇന്നേ വരെ ക്ഷമയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ പിന്നെ മെക്കട്ട് കയറാനായിട്ടാണ് അവർ ശ്രമിച്ചത്. ഓക്കെ, എന്നാൽ ഇവരുടെ രൂപതയുടെ മുമ്പിൽ, ബിഷപ്പ് ഹൗസിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന എന്നാൽ പരസ്പരം ബഹുമാനിക്കുന്ന നിങ്ങൾ മുന്നിട്ട് നിൽക്കുകയും. ഓക്കെ, പിന്നെ നന്മ ചെയ്യുന്ന നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. എന്നാൽ ഞാൻ ചാലക്കുടി വ്യാസ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുത്തപ്പം അപ്പം എൻ്റെ ക്ലാസ്സിൽ ഞാൻ പിള്ളേർ നിങ്ങളുടെ ശരീരം കുരിശ് പോലെ ഉപയോഗിക്കുക. അപ്പം ഞാൻ ഫാദർ സേവാനന്ദ ചെയ്യുമെന്നുള്ള ഇതടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ എന്നോട് ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞു, അച്ഛൻ ഞങ്ങളുടെ എല്ലാ സരസ്വതി സ്കൂളിലും പോകണം. ഓക്കെ എന്നും പറഞ്ഞ് അവർ സരസ്വതി സ്കൂളുകൾ അഡ്രസ്സ് അങ്ങനെ മാള സരസ്വതിയിൽ 5 പ്രാവശ്യം, പേരാമ്പ്ര സരസ്വതിയിൽ 2 പ്രാവശ്യം, പിന്നെ ബാവൻസ് ഇരിങ്ങാലക്കുട, ബാവൻസ് തൃശ്ശൂർ എല്ലാം പറഞ്ഞ് ഒരു 10-100 സരസ്വതി സ്കൂളുകൾ നമ്മൾ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട് പോയി. ഓക്കെ, അപ്പം ഇതിൻ്റെ പുറകിൽ കളിക്കുന്നത് ജാതി മതത്തിൻ്റെ പേരിലുള്ള ഇതാണ്. ഇപ്പം ഞാൻ അന്ന് 2010 ക്ലാസ് എടുത്തപ്പം എന്നെ വെല്ലുവിളിച്ച ഒരു പടക്കക്കാരൻ ഈ പള്ളി അടുത്തുള്ള പുള്ളിയോട് എന്നെ എല്ലാ സ്കൂളിലും പോകാൻ പറഞ്ഞു. അത് ഞാനൊരു വെല്ലുവിളിയായിട്ട് എല്ലാ സ്കൂളിലും പോയി. അപ്പം ഞാൻ ശാന്തിനികേതൻ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയി. അപ്പോൾ അവരവിടെ നാരായണ ഗുരുവിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ നാരായണ ഗുരു ഇത്രയും വലിയ ചരിത്രകാരൻ നിങ്ങൾ എന്തിനാണ് ഒരു മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത്? ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവരിത് ചെയ്തു. അപ്പോൾ ഞാൻ പള്ളിക്കാരായിട്ടുള്ള ഇതെല്ലാം പറഞ്ഞ് ഷെയർ ചെയ്തപ്പോൾ അവിടുത്തെ സെക്രട്ടറിക്ക് എന്നോട് ഭയങ്കര ബഹുമാനം, എങ്ങനെ പിടിച്ചു നിൽക്കുന്നെല്ലാം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നട്ടെല്ലുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാം. ഓക്കെ, ഒഴുക്കിനെതിരെ നീന്തുവൻ ധൈര്യവാൻ, ഓക്കെ അവൻ മനുഷ്യൻ എല്ലാം പറഞ്ഞ് ഞാൻ ഇത് ചെയ്തു. ഓക്കെ,
എന്നാൽ സംഗമേശ്വര എന്ന് പറഞ്ഞ NSS കാര് സ്കൂളിൽ HM മാഡം എന്നോട് വന്ന് ക്ലാസ് എടുക്കാനായിട്ട് പറഞ്ഞ് ഞാൻ ഓട്ടോ പിടിച്ച് അവിടെ ചെന്നപ്പം മാഡം പറഞ്ഞു എന്നെ സെക്രട്ടറി സാറിനെ കാണാൻ പറഞ്ഞു. സെക്രട്ടറി സാറിനോട് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ തന്നെ വിഷയങ്ങളൊക്കെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ സെക്രട്ടറി സന്തോഷപൂർവ്വം പറഞ്ഞു ഞങ്ങൾക്ക് ഈ ക്ലാസ് വേണ്ട, കാരണം അവർ ജാതിവാദികളാണ്, ഞാൻ അതിനെതിരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചാലക്കുടി CKMS NSSൻ്റെ സ്കൂൾ ക്ലാസ് എടുത്തിട്ടുണ്ട്, തൃശ്ശൂർ NSS സ്കൂളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ഹിന്ദുക്കളുടെ ഒരു 10-100 സരസ്വതി സ്കൂളിൽ നമ്മൾ ക്ലാസ്, ഇതെല്ലാം പറഞ്ഞിട്ട് പുള്ളി ഇതില്ല. ഞാൻ പോയി ഓട്ടോ പോലെ തിരിച്ച് ഞാൻ ഓട്ടോയിൽ വന്നു വേറൊരു ഇതിൽ. ആ സ്കൂൾ ഒഴികെ അവിടെയുള്ള ഇരിങ്ങാലക്കുടിയിലുള്ള എല്ലാ സ്കൂളുകളും, ഗവൺമെൻറ് ബോയ്സ്, ഗവൺമെൻറ് ഗേൾസ്, ലിറ്റിൽ ഫ്ലവർ, ക്രൈസ്റ്റ്, എല്ലാ സ്കൂളിലും നമ്മൾ പോയി വിവരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പം വേറൊരു തമാശ, സംഗമേശ്വര സ്കൂളുകളിൽ വനിതയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടുള്ള HMനെ സെക്രട്ടറി ആയിട്ടുള്ള പുരുഷനെ ആക്ഷേപിച്ചപ്പം ഇവിടെ സെൻറ്റ് മേരീസ് HSSൽ പുരുഷനായ പ്രിൻസിപ്പലിനെ അവിടുത്തെ ക്ലർക്കാണ് അവൻ പോലും അറിയാതെ എഡ്യൂക്കേഷൻ ഇൻചാർജുള്ള അച്ഛന് വിവരം കൊടുത്ത് അച്ഛനെ കൊണ്ട് ഈ നാടകം ചെയ്യിച്ചത്. ഓക്കെ. അപ്പം ഇത് സ്ത്രീയും പുരുഷനായിട്ടുള്ളത് ഇതൊരു വർണ്ണ വിവേചനം, അതിൻ്റെ ഇടയിൽ ഇച്ചിരി പൊളിറ്റിക്സ്, ഇച്ചിരി രാഷ്ട്രീയം, ഇച്ചിരി ജാതിമത നാടകത്തിൻ്റെ തുടർച്ച. ഓക്കെ. ഇതെല്ലാം പറഞ്ഞ് അവർ ഇത് വഷളാക്കുക ചെയ്യുന്നു നമ്മുടെ. ഓക്കെ. ഇപ്പം ഇപ്പം ഞാനിപ്പം ഇപ്പോൾ പെരുന്നാളുകളൊക്കെ ഒരു കെട്ടിറങ്ങി കുറേ പടക്കം ഇതൊക്കെ പൊട്ടിച്ചു. ഇപ്പം അമ്പലക്കാർ ഇപ്പം ഉത്സവം എന്നും പറഞ്ഞിട്ട് ഇതും പറഞ്ഞിട്ട് ആനകൾ എഴുന്നള്ളിക്കുക, കുറേ ആന ചവിട്ടി കൊല്ലും, ഇതെല്ലാം ചെയ്യുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന അഹം ബ്രഹ്മാസ് എന്ന് പറയുമ്പം എല്ലാവരുടെ ഉള്ളിൽ ബ്രഹ്മനുണ്ട്. നമ്മളെന്തിനാ ഈ മനുഷ്യരുടെ ഇടയിൽ. ഇപ്പം ഞാൻ ജാതി മതത്തിനെതിരെ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ അവരെ വിവരം കൊടുക്കാനായിട്ട് തുടങ്ങുന്ന എൻ്റെ ഡയലോഗ് ഇങ്ങനെ, ഒരു മാസം മുസ്ലിംസ് മുടിഞ്ഞ ഉപവാസം മുടിഞ്ഞതാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, റംസാൻ മാസം. അത് കഴിഞ്ഞ ആളുകളെ മെക്കെട്ട് കയറും. ഈസ്റ്ററിന് മുമ്പ് 50 ദിവസം, ക്രിസ്മസിന് 25, ക്രിസ്ത്യൻസ് അതേപോലെ തന്നെ മുടിഞ്ഞതാണ് കയറും, മുടിഞ്ഞ ഉപവാസം. അത് കഴിഞ്ഞ ആളുകളെ മെക്കെട്ട് കയറും. എന്നാൽ അയ്യപ്പ മാസം, ഇപ്പം ഞാൻ നോർത്ത് ഇന്ത്യൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഗണേശോത്സവം 10-15 ദിവസം ഗണേശൻ്റെ പ്രതിമയുടെ മുമ്പിൽ അവർ മുടിഞ്ഞതാണ് മുടിഞ്ഞ ഉപവാസം. അത് കഴിഞ്ഞ ആളുകൾ മെക്കെട്ട് കയറുക. അപ്പം കുറച്ച് നാളുകൾക്കുള്ളതിലാണ് നമ്മുടെ ഇത് സേവ പരമോ ധർമ്മം. സേവനാണ് പരമമായിട്ടുള്ള ധർമ്മം. എല്ലാ മതത്തിൻ്റെ അടിസ്ഥാനം ഈ ധർമ്മമാണ്. ഇപ്പം ഈ ചർച്ചയിൽ ഇരിങ്ങാലക്കുട അമ്പലത്തിൻ്റെ ചർച്ചയിൽ വന്നപ്പം ഇവർ ചർച്ചയിൽ പറയുന്നതാണ്, ഇപ്പം ഈ താഴ്ന്ന ജാതിയിലുള്ളവരാണ് ഈ അമ്പലത്തിലും പള്ളിയിലും ഇതിനൊക്കെ പൈസ ഇടുന്നത്. അപ്പം അതിന് മുൻകൈ എടുത്ത് അവരെ പൈസ മതി, അവരുടെ സാന്നിധ്യം വേണമെന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ തെണ്ടിത്തരലെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. എന്നിട്ട് ഇതെല്ലാം പറയും. ഇത് നമ്മുടെ കിടപ്പന്നെ ശരിയല്ല. നമ്മുടെ ഇന്ത്യയുടെ കിടപ്പ്, കേരളത്തിൻ്റെ കിടപ്പ്. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണെങ്കിലും കൃത്യം നോക്കിക്കഴിഞ്ഞാൽ ചെറുത്താൻ്റെ നാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. അപ്പം അത് ഇപ്പം ഞാൻ പിള്ളേരോട് ഞാൻ സ്കൂളുകൾ ക്ലാസ്സിൽ പറയും, 2 വർഷത്തിൽ സത്യമേവ ചെയ്ത്, അല്ലാത്ത ദിവസം പൈസമേവ ചെയ്ത്. പിന്നെ ഞാൻ പറയും ഇന്നത്തെ ഇന്ത്യൻ ഡെമോക്രസി എന്നതാ, ജനാധിപത്യം എന്നതാ. 10 പേര് ചേർന്ന് ഒരു ആടിനെ പട്ടിയാക്കാം, പട്ടീനെ ആടാക്കാം. 100 പേര് ചേർന്ന് പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലുകൊല്ല. അതല്ല ഇപ്പോൾ നടക്കുന്നതെന്നും പറഞ്ഞ് ഞാൻ അവരെ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അവരോട് പറയും ഡയർ ടു ബി ഡിഫറൻറ്റ്, സ്വിം എഗെയിൻസ്റ്റ് ദ ഫ്ലോ. ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട്, ഒഴുക്കിനെ നീന്താനായിട്ട് നിങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ SNDP സ്കൂളുകളിൽ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറയും കേരളത്തിൽ ഒഴുക്കിനെതിരെ നീന്തിയിട്ടുള്ള ബെസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഈസ് നാരായണ ഗുരു. അപ്പം പുള്ളിയുടെ കുറേ സ്വപ്നങ്ങൾ ഇന്നും പുള്ളിയുടെ ഒന്നും വെയിറ്റിംഗ് ലിസ്റ്റിലാണെന്നും പറഞ്ഞ് ഞാൻ പിള്ളേരെ. ഇപ്പം ഞാൻ ആദ്യമേ അവൻ്റെ സേവാ സമാജിൻ്റെ ക്ലാസ്സിൻ്റെ DVD ഇറക്കിയപ്പം മദർ തെരേസയുടെ മൂവിയാണ് ചേർത്തെങ്കിൽ, രണ്ടാമത് ഞാൻ ഇറക്കിയപ്പം ഞാൻ നാരായണ ഗുരുവിൻ്റെ ഒരു വീഡിയോ ചേർക്കാനായിട്ട് ഞാൻ ആലുവ അദ്വൈത ആശ്രമത്തിൽ ചെന്നപ്പം അന്ന് ശിവരാത്രിയുടെ തിക്കും തിരക്കിൽ ഞാൻ നോക്കുമ്പം അദ്വൈതാശ്രമത്തിൽ ആ പുഴയുടെ അടുത്ത് ഒരു പൂണൂലിട്ട നമ്പൂരിയെ കൊണ്ട് ഇവർ പൂജ ചെയ്യിച്ച് കാശുണ്ടാക്കാം. അതായത് നാരായണ ഗുരു ട്രസ്റ്റിൻ്റെ ആളുകൾ. അന്ന് എനിക്ക് വളരെ സാധാരണ തോന്നി. അവർ ലൈബ്രറി ചെന്നു, ഞാൻ ചോദിച്ചു ഇംഗ്ലീഷിൽ നാരായണ ഗുരുവിൻ്റെ വല്ല വീഡിയോ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് മലയാളത്തിലുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ ഒതുക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്നും പറഞ്ഞിട്ട് ഞാൻ അവരെ എന്നിട്ടായി ഞാൻ അവരെ എൻകറേജ് ചെയ്തു. ഓക്കെ, ഈ നേതാവിനെ കേരളത്തിൽ ഒതുക്കാതെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ തുടങ്ങുക. ഇപ്പം മഹാരാഷ്ട്രയിൽ ഒക്കെ ജ്യോതിബ ഫുലെ, സാവിത്രിബായി ഫുലെ, ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിലാണെങ്കിൽ പെരിയാർ, അങ്ങനെ കുറേ മഹാന്മാരുകൾ അവർ ഇതുണ്ടെങ്കിലും ഇത് വല്ലാത്തൊരു ഒഴുക്കാണ്. ഇപ്പം
ഇന്ത്യൻ ഭരണഘടന ഒരു തരത്തിലുള്ള ഗ്രൂപ്പിസം പാടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡിലുണ്ട്, ജാത്യാലുള്ള തൂത്താലല്ല. ഓക്കെ, എന്നാൽ പൈസയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിലുള്ളവന് പൈസ ഉണ്ടെങ്കിൽ അവൻ ഉയർന്ന ജാതിയിലുള്ളതായിട്ടാണ് നടക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ പുറകിലൊരു മനുഷ്യക്കളിയുണ്ട്. അത് കളി പഠിച്ചവർക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഇപ്പം 2 മണിക്കൂർ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുട്ടികളുടെ ചിന്താഗതിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പറയാം, നിങ്ങളുടെ ഒരു കുടം, നിങ്ങളുടെ അറിവിൻ്റെ കുടം നിങ്ങൾ കാലിയാക്കുക, എന്നിട്ട് തന്നെ കേൾക്ക്. അപ്പം എന്തെങ്കിലും വിവരം, ഇപ്പം നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിൻ്റെതാണ് ഇതാക്കണം. ഞാൻ എന്നിട്ട് പിള്ളേർ ചിന്തിക്കാനായിട്ട് പറയും, നമ്മളുടെ ജാതി, മതം, ഈവൻ നമ്മുടെ കളറ്, നമ്മുടെ ഭാഷ, ഇതെല്ലാം നമുക്ക് ആക്സിഡൻ്റലായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. അത് വെച്ചിട്ട് നമ്മൾ അത് പോരാ ഇതും പോരാന്നും പറഞ്ഞ് ആണിന് പെണ്ണാവണം, പെണ്ണാണാവണം, പലതരം ക്രൈസ് നമ്മളുണ്ടാക്കി, ഐഡൻറ്റിറ്റി ക്രൈസ്, ആ ക്രൈസ് എന്ന് പറഞ്ഞ് നമ്മളുണ്ടാക്കിയ കുടിക്കാനായിട്ടുണ്ടാക്കിയ കഞ്ഞിയിൽ നമ്മൾ തന്നെ കല്ല് വാരി എന്നിട്ട് പുറത്തുകൊണ്ടിരിക്കുക. അതൊരു വല്ലാത്തൊരു കാലം. എന്നിട്ട് ഞാൻ പിള്ളേരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഡയലോഗാണ്, ഡിബേറ്റ് നടത്തി, ഇന്ന് മൃഗങ്ങൾ മനുഷ്യരെക്കാളും നല്ലവരാണ്. കാരണം അവർക്ക് യാതൊരു അൺകണ്ടീഷണലി അവരുടെ ഒരു പ്രിക്കോഷൻ ഇല്ലാതാണ് അവർ നേച്ചുറലായിട്ട് ജീവിക്കുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ ചോദിക്കും, എന്തിനാണ് പഠിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൻ്റെ അവസാനം അവർ മനുഷ്യരായിട്ട് ജീവിക്കാനും ഫാമിലിന് വേണ്ടി ജീവിക്കാനായിട്ട് അവർ തീരുമാനിക്കാറുണ്ട്. ഓക്കെ, പിന്നെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിൽ 2013 ഒരു പയ്യൻ ട്രെയിന് മുമ്പിൽ, അവിടെ പൊളിറ്റിക്കൽ പയ്യൻ ട്രെയിന് മുമ്പിൽ ചാടി മരിച്ചെങ്കിൽ പിറ്റേ ദിവസം അവൻ്റെ അമ്മ തൂങ്ങി മരിച്ചു. ഞാനന്ന് ഇപ്പം നമുക്കന്ന് അവിടെ ഒരു സേവാലയം എന്ന് പറഞ്ഞ ഓഫീസ് നമ്മൾ 2012 തുടങ്ങി. അതിൻ്റെ ക്യാപ്ഷൻ നിസ്വാർത്ഥ സേവാലയം, യഥാർത്ഥ സേവാലയം. അപ്പം ഞാൻ പ്രിൻസിപ്പൽ മാഡത്തോട് പറഞ്ഞു, ഹിന്ദു ആയിട്ടുള്ള ആ മാഡത്തിന് എൻ്റെ ക്ലാസ് വളരെ ഇഷ്ടമാണ്, താല്പര്യമായിരുന്നു. അവസാനം പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ NSSൻ്റെ സാറിന് വിളിക്കാം, ആദ്യം നമുക്ക് NSSൽ ക്യാമ്പിൽ അവരുടെ ഇതിൽ ട്രൈ ചെയ്ത് നമുക്ക് മൊത്തം കുട്ടികൾക്ക് ഇത് ചെയ്യാം. അപ്പം ഞാൻ 12 വരെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ സംഭവിച്ചപ്പം അന്ന് NSSന് കോർഡിനേറ്ററായിട്ട് ഒരു കത്തോലിക്കനായിരുന്നു. അവൻ പറഞ്ഞു, അയ്യോ പള്ളി വിട്ട അച്ഛനൊന്നും ക്ലാസ്സൊന്നും വേണ്ട, അതും പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നു. ഇപ്പം കഞ്ചാവ് ചെയ്തിട്ട് ഇപ്പം എൻ്റെ കൂട്ടുകാരൻ മരിച്ച കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇവർ കഞ്ചാവ് അടിച്ചപ്പം ഞാൻ അവരെ ചെറുതായിട്ട് വാണിംഗ് ചെയ്തു. അവസാനം ഇവരെ പോളിടെക്നിക് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് പോയി ഉപദേശിക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അവരെ അടി കിട്ടാനാന്നും പറഞ്ഞ്. അതായത് ഇപ്പം പ്രശ്നം എല്ലാവർക്കും അറിയാം, പക്ഷേ പൂച്ചയ്ക്കാരും മണി കിട്ടും. അതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സും തെണ്ടിത്തരം. അത് ചിലർ മുതലെടുക്കുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം മാപ്രാണം, ഇപ്പം ഞാൻ പള്ളി വിട്ട അച്ഛനായിട്ടുള്ള ഒരു ഇത് പറഞ്ഞാൽ 2012 ഞാൻ മാപ്രാണം ഹോളി ക്രോസ് സ്കൂളിൽ അവിടെ ഒരു HM മാഡം എന്നോട് പറഞ്ഞു, പോയി ക്ലാസ് എടുക്കുക. ഞാൻ പറഞ്ഞു, ഇന്ന മാഷോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് മാഷ് പറഞ്ഞപ്പം അവിടെ ഒരു ചേച്ചി, എല്ലാ അച്ഛന്മാരും ഒരു ചേച്ചിമാർ, മിക്കതും വിധവകളായിരിക്കും, അവർ കാര്യം നടത്താനായിട്ട്. ഇപ്പോൾ സെൻറ്റ് മേരീസിൽ അങ്ങനെ ഒരു ലേഡി ക്ലർക്കാണ് അച്ഛനെ വിവരം കൊടുത്ത് അച്ഛൻ അത് കൊളാക്കി. ഓക്കെ, അപ്പം ആ ചേച്ചി പറഞ്ഞു, അച്ഛനെ പോയി കാണും. അപ്പോൾ അച്ഛനെ കണ്ടപ്പം അച്ഛൻ പറഞ്ഞു, ബിഷപ്പിൻ്റെ കത്ത് കൊണ്ടുപോകും. അപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം HMൻ്റെ അനുവാദത്തോടു കൂടി ഞാൻ ഓട്ടോയിലാണ് വന്നത് ക്ലാസ് എടുക്കാൻ. അപ്പം ഇനി ബിഷപ്പിൻ്റെ കത്ത് കൊണ്ടുവന്ന് എനിക്ക് തിരിച്ചു പോയി 2 മണിക്ക് എനിക്ക് ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ ക്ലാസ് ഉണ്ട്, എനിക്കത് പോകാൻ പറ്റത്തില്ല, എനിക്ക് മനസ്സുമില്ല. എന്നാൽ വേണ്ടാന്നും പറഞ്ഞു. എന്നിട്ട് അച്ഛനൊരു പെൺകുട്ടിയായിട്ട് ഇങ്ങനെ സുള്ളി ഇങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ സുള്ളി ഞാൻ എന്നിട്ട് ഓട്ടോയിൽ തന്നെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നപ്പം അവിടെ ഒരു നിവേദിത സ്കൂൾ, ഒരു ഹിന്ദുക്കളുടെ ഒരു സ്കൂളാണെന്ന് തോന്നുന്നു, 7 വരെയുള്ള സ്കൂൾ, ചെറിയൊരു സ്കൂൾ. ഞാൻ അവിടെ ചുമ്മാ വിളിച്ചപ്പം അവരെന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് അവിടെ പോയി ക്ലാസ് എടുപ്പിച്ച് അവർ വണ്ടിയിൽ എന്നെ അവർ ഗവൺമെൻറ് ഗേൾസ് സ്കൂളിൽ 2 മണിക്ക് ക്ലാസ് എടുപ്പിക്കുന്ന രീതിയിൽ. അപ്പം അവിടെ ജാതി മതത്തിൻ്റെ പേരിൽ കുറേ നാടകങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ സമയം പോകാനായിട്ട് ഞാൻ ഈ കൂടൽമാണി ക്ഷേത്രത്തിൻ്റെ ആരും നോക്കി ചെല്ലാത്തൊരു കുളമുണ്ട്, അവിടെ ഞാൻ പോയിരിക്കും. അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ കുറേ മീനുകൾ നമ്മുടെ കാലിൽ വന്ന് മുട്ടും, കുറേ മീനുകൾ ഇങ്ങനെ വന്ന് കളിക്കും. അതൊക്കെ ഞാൻ ചെയ്യുമ്പം എനിക്ക് വളരെ സന്തോഷമാണ്. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പം ഞാൻ നോക്കുമ്പം വലിയ കച്ചറ പോലെ ഇങ്ങനെ ഇതുകൾ അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കാണ്, മോളിങ്ങനെ പൊന്തി കിടക്കാണ്, നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഇതുകൾ. അപ്പം ഞാൻ അവിടുത്തെ ഒരു ദിവസം അവിടെ നീന്താൻ വരുന്ന ഒരു ഡോക്ടർ, പുള്ളി ദിവസം നീന്താൻ, കാരണം ഒരു ശല്യമില്ല. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഈ അമ്പലക്കാരോട് പറഞ്ഞു നന്നാക്ക്,
പുള്ളി പറഞ്ഞു ഞാൻ നീന്തുന്ന സ്ഥലത്ത് ഇത് ഞാൻ തന്നെ മാറ്റി. അപ്പം ഒരു 5 പേരെ ഒരു ദിവസം ഇത് വെച്ച് കഴിഞ്ഞാൽ മാറ്റാമെന്നുള്ളൂ. ഒരു 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 റബ്ബർ ഷീറ്റിൻ്റെ കനത്തിൽ ചെളികൾ കട്ട പിടിച്ച് അങ്ങനെ കിടക്കാണ്. ഓക്കെ, അതും പറഞ്ഞ് എങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ. അപ്പം ഇതിൻ്റെയൊക്കെ കളി ഇപ്പോൾ ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ ഇതിൽ അവർ പറയുന്നത് ദൈവത്തെ, ഇപ്പം പി കെ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയിലും അവർ പറയുന്നത് ദൈവം എന്നൊരു വലിയൊരു വിറ്റാണ്. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ പോവാതെ ഇപ്പം കഴിഞ്ഞ ആഴ്ച ശിവരാത്രിയിൽ അപ്പന്മാരുടെ ഇതിന് പൂജിക്കാനായിട്ട് മോക്ഷത്തിന് വേണ്ടി ഇത് ചെയ്തു. ഇപ്പം ഇന്നലെ എന്നെ പൊങ്ങാലാന്നും പറഞ്ഞാൽ അതും ഇവർ മോക്ഷമാണ്. ഇപ്പോൾ 3 വിൽപ്പന ചരക്കാണ് മതങ്ങളുടെ കയ്യിൽ. ഒന്ന് പാപം, ഒന്ന് ക്ഷേമം, ഒന്ന് മോക്ഷം. അപ്പോൾ അവർ ഇതിന് നോക്കുന്നത് അവർക്ക് ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം വേണം. അപ്പോൾ ആ അതിൽ മതങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ 5 തീരുമാനം എടുക്കാനായിട്ട് പിള്ളേരോട് പറയും. അപ്പോൾ അതിലൊന്ന് 10 ഇൻഡിവിജ്വലായിട്ടുള്ള സേവനം നിങ്ങൾ ചെയ്യണം. എന്നിട്ട് ഞാൻ പറയും ഗ്രൂപ്പായിട്ടൊരു സേവനം ആഴ്ചയിൽ 1 കിലോ, മാസത്തിൽ 1 കിലോ ചെയ്യണം. അങ്ങനെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മാനുഷിക ധർമ്മം നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾ മഹാന്മാരാകാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറയും ഒരു നേരം ഭക്ഷണം ത്യാഗം ചെയ്യണം ആഴ്ചയിൽ 1 കിലോ. ഓക്കെ, പിന്നെ ഞാൻ പറയും 10 പേരെ സേവനം ചെയ്യാനായിട്ട് കൊണ്ടുവരണം. ഓക്കെ, സേവാ ക്ലബ്ബ് ഉണ്ടാക്കണം. പിന്നെ ഞാൻ പറയും 10-1 ഭാഗം സമ്പാദ്യം. ഇപ്പം നിങ്ങൾ പോക്കറ്റ് മണി ഉപയോഗിക്കുക. നാളെ നിങ്ങൾ നിങ്ങളുടെ ഇത് ഉപയോഗിക്കുമ്പം 10 പേരെ നിങ്ങൾ 10-1 ഭാഗം സമ്പാദ്യം. ഇപ്പോൾ പോക്കറ്റ് മണി നാളെ ശമ്പളം കിട്ടുമ്പം അതിലൊരു ഭാഗം 10-1 ഭാഗം നിങ്ങൾ സേവനത്തിന് ഉപയോഗിക്കണം. പിന്നെ ഞാൻ കൃത്യമായിട്ട് പറയും അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും പൈസ ഇടരുത്. ആവശ്യക്കാർ നിങ്ങൾ സഹായിക്കും, നിങ്ങൾ ദൈവത്തിന്. പിന്നെ ഞാൻ പറയും ഇന്നത്തെ കാലത്ത് കുറേ പേര് കണ്ണ് പൊട്ടിച്ചും കണ്ണപ്പൊട്ടനായിട്ടൊക്കെ അഭിനയിച്ച് കളിക്കുന്നത്. പക്ഷേ ഏറ്റവും വേണ്ട വരായിട്ടുള്ള വിവരം വയ്ക്കുക. എന്നിട്ട് യു യൂസ് യുവർ ഹെഡ് ആൻഡ് യു മേക്ക് യൂസ് ഓഫ് യുവർ കോൺഷ്യൻസ് ആൻഡ് ഗുഡ് വിൽ. ഓക്കെ, അതും വെച്ചിട്ട് നിങ്ങൾ സേവനം ചെയ്യാനായിട്ട് അവരോട് പറയാം. അപ്പം ഇങ്ങനെ പ്രസംഗിക്കുമ്പം ചില പള്ളി ഹാളിൽ അപ്പോൾ പറയും ഇങ്ങനെ ആളുകൾ തന്നകാരനാണ് ഇങ്ങനെ ഒരു ഹാളിലൊക്കെ എനിക്ക് പ്രസംഗിക്കാം. അപ്പം ഞാൻ പറയും കർത്താവ് എന്നെ പറഞ്ഞിരിക്കുന്നത് ഒരുവിന് ചെയ്തപ്പം ചെറിയൊരുവിന് ചെയ്തപ്പോൾ നിങ്ങൾ എനിക്ക് തന്നെ ചെയ്തത്, അല്ലാതെ പള്ളിക്കാർക്ക് പൈസ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതും പറഞ്ഞിട്ട് അതെല്ലാം പറഞ്ഞ് ഞാൻ അവരുടെ ഇത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏറ്റവും വേണ്ട വരം വയ്ക്കുക, വിവരം വയ്ക്കുക. ഇപ്പം ഞങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ് സ്കൂൾ കോളേജിൽ നമ്മൾ നടത്തുന്നുണ്ട്. കൗൺസിലിംഗ്, ഇപ്പം സൈക്കാട്രിസ്റ്റും ഇവരൊക്കെ തോറ്റുപോയ കുറേ കേസുകൾ നമ്മൾ. അപ്പം പിള്ളേരുടെ പരിപാടികൾ വലിയവരായാലും അവരവരുടെ പ്രശ്നങ്ങൾ അവരെന്നെ പരിഹരിക്കുന്ന ഒരു സെൽഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പേര് നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു മാജിക് ഇംഗ്ലീഷ് ഉണ്ട്. ഇപ്പം അവധിക്കാലമാണ്, ഒരു അരമണിക്കൂർ എൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ഇത് ചെയ്യാം. ഓക്കെ, ഇപ്പം ഒരു പറയാൻ ഇംഗ്ലീഷ് പറയാൻ താല്പര്യമുള്ളൊരു 10 പേര് എവിടെ ഉണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഓക്കെ, നമ്മുടെ ക്ലാസ് എല്ലാം ഒരുവിധം ഫ്രീ ആയിട്ടാണ്. കാരണം ബൈബിളിൽ ഇങ്ങനെ ഒരു കൊട്ടേഷൻ സൗജന്യമായിട്ട് കിട്ടി, സൗജന്യമായിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമുക്കൊരു അനാശാല മഹാരാഷ്ട്രയിൽ 20 വർഷമായിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു 5 ഏക്കർ സ്ഥലം നാഗ്പൂർ ഒരു ട്രൈബൽ ഓഫീസ് തന്ന് അവിടെ നമ്മൾ ഒരു തെരുപിള്ളേർക്ക് സ്ട്രക്ചർ പണിയാനൊക്കെ ഉള്ള ഒരു ഇതിലാണ്. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും. അപ്പം ഇരിയാലക്കുട ഏരിയയിലുള്ള ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം, അതിനാണ് നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജ്, സ്കൂൾ പഠിച്ചത് BVMHS ആൻഡ് IGLP സ്കൂൾ കല്ലേറ്റങ്ങര. പിന്നെ എന്നെ നല്ല കാലം കേരളത്തിന് പുറത്താണ്. മറാഠി പക്ക, ഹിന്ദി കച്ച, പിന്നെ കന്നഡ, ഇംഗ്ലീഷ്, മലയാളം ഇതിലൊക്കെ നമ്മൾ ക്ലാസ്. തെലുങ്കും ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. തെലുങ്ക്, തമിഴ്. എല്ലാവിധ ആശംസകളും. ഹാപ്പി ഹോളി. ഇന്ന് ഹോളിയാണ്. കളർ മനസ്സിലുണ്ടാകട്ടെ. ഞാൻ വേപ്പമ്പള്ളി പള്ളിയിലാണ് ശാന്തരൂപത്തിൽ ക്ലാസ് എടുത്ത് ഹോളി ആഘോഷിച്ച ഒരു പ്രാവശ്യം എങ്ങനെയാണ്. അന്ന് ഹോളിഡേ അന്ന് 2002 തോന്നുന്നു. അന്ന് ഹോളിഡേ അന്നാണ് നമ്മുടെ കുരിശ്, നമ്മുടെ ഗുഡ് ഫ്രൈഡേ, ദുഃഖ വെള്ളിയാഴ്ച. ഞാനപ്പം രാവിലെ കുരിശിൻ്റെ വഴി ദുഃഖമൊക്കെ ആചരിച്ച് ഉച്ചയോടുകൂടി ഞാൻ പിള്ളേരോട് പറഞ്ഞു, മക്കളെ ഇനി നമുക്ക് ഹോളി ഘോഷിക്കാം. അപ്പോൾ കന്യാസികൾ വരെ പുറപ്പെടുത്തിട്ടെങ്കിൽ ഞാനവിടെ എല്ലാ ഘോഷങ്ങളും നമ്മൾ നടത്തും. ദീപാവലി അടക്കം ചെയ്യാം. അപ്പം ഹോളിക്ക് ഞാൻ കിലോ കണക്കിന് പൊടി അവിടെ വാങ്ങി വെച്ചതുകൊണ്ട് ഞാൻ പറയും എൻജോയ് ചിൽഡ്രൻ, ഹാപ്പി ഹോളി എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ മേൽ അവരെ കൊണ്ട് ഐ യൂസ് ടു എൻജോയ്. ഓക്കെ, അപ്പം സ്വതന്ത്ര മനസ്സുണ്ടെങ്കിൽ ജീവിതം സ്വർഗ്ഗമാണ്. ഈ ഭൂമി സ്വർഗ്ഗമാണ്, മനുഷ്യർ ദേവദൂതന്മാർ. നമ്മളതിന് നേരെ പിടിച്ചു കഴിഞ്ഞാൽ നരകം, തീ നരകം. ഓക്കെ, അപ്പം സ്വർഗ്ഗമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഷെയർ മൈ വീഡിയോ.